William Faulkner was a Nobel Prize winning novelist of the American South, and he was born in New Albany, Mississippi in 1897. Much of his early work was poetry, but he became famous for his novels set in the American South, frequently in his fabricated Yoknapatwa country, with works that included The Sound and the Fury, As I Lay Dying, and Absalom, Absalom. William Faulkner നൊബേൽ പ്രൈസ് വിന്നിംഗ് നോവലിസ്റ്റാണ് ആൻഡ് ബോൺ എന്ന് പറയുന്നത് ന്യൂ ആൽബനി മിസിസിപ്പിയിലാണ് 1897 ബോൺ എന്ന് പറയുന്നത്. പോയട്രി ഒരുപാട് എഴുതിയിരുന്നെങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ നോവൽസിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരുന്നത്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ നോവൽസിൻ്റെ ബാക്ക്ഡ്രോപ്പ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അമേരിക്കൻ സൗത്ത് ആയിരുന്നു. സോ ദ സൗണ്ട് ആൻഡ് ദ ഫ്യൂരി, അതുപോലെ തന്നെ ആസ് എ ലേ ഡൈയിങ് ആൻഡ് അബ്സലം അബ്സലം, ഇതൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഫോക്നറുടെ നോവൽസാണ്. His controversial 1931 novel Sanctuary was turned into two films, 1933's The Story of Temple Drake as well as a later 1961 project. 1931 ഏറ്റവും വലിയ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു നോവലായിരുന്നു സാങ്ച്വറി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ടേൺഡ് ഇൻ ടു ടു ഫിലിംസ്, രണ്ട് ഫിലിംസ് ആയിട്ടായിരുന്നു മാറിയിരുന്നത്. ആൻഡ് a southern writer, William Faulkner, he was born in a very small town in New Albany, Mississippi, and the correct date, born date was September 25, 1897. His parents are Marie Faulkner and Maud Butler Faulkner named him after his paternal great grandfather വില്യം ക്ലാർക്ക് ഫാക്നർ. അപ്പം അദ്ദേഹത്തിൻ്റെ പാരൻസ് ആണ് മറി ഫാക്നറും അതുപോലെ തന്നെ മോഡ് ബട്ട്ലർ ഫാക്നർ എന്ന് പറയുന്നതും. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറുടെ പേരാണ് അവരുടെ പാരൻസ് നമ്മുടെ വില്യം ഫാക്നറിന് കൊടുത്തിരുന്നത്. സോ FALKNER, that was a spelling of him, but more British ആണെന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് then he added U, that is Faulkner എന്നുള്ളത് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഷോസ് സം ബ്രിട്ടീഷ്, അതിന് വേണ്ടിയിട്ടായിരുന്നു. ഹിസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ worked as a railroad financier, politician, soldier, farmer, businessman, lawyer, and who was a ബെസ്റ്റ് സെല്ലിംഗ് ഓഥർ ടു. നമ്മളുടെ വില്യം ഫോക്നറുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറുടെ കാര്യമാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. ഹു വാസ് എ ബെസ്റ്റ് സെല്ലിംഗ് ഓഥർ ടു. സോ അദ്ദേഹത്തിൻ്റെ എസൻസസ്, ദാറ്റ് ഈസ് അദ്ദേഹത്തിൻ്റെ എല്ലാ ക്വാളിറ്റീസും നമ്മളുടെ വില്യം ഫോക്നറിൽ കാണുമായിരുന്നു. ദാറ്റ് ഈസ് ഹിസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് ലെഗസി, അത് മുഴുവനും ഹി ഹെൽഡ് tightly, writing about him in his earliest novel set in the American South. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നതാണ്, അമേരിക്കൻ സൗത്തിനെ മെൻഷൻ ചെയ്തിട്ട് ആ ഒരു ബാക്ക് ഡ്രോപ്പിൽ കൂടുതലായിട്ടും തൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറെ കുറിച്ച് എഴുതിയിരുന്നു. Then Faulkner met Estelle Oldham. At the time of their meeting, she was also a popular, and she immediately stole his heart. The two dated for a while, but another man named Colonel Franklin proposed to her before Faulkner did. അപ്പം ആ ഒരു ടൈമിലാണ്, ആ ഒരു കാലഘട്ടത്തിൽ ഫോക്നർ എസ്റ്റലെ ഓൾദാം എന്നുള്ളൊരു ലേഡീനെ പരിചയപ്പെടുന്നുണ്ട്. ആ ഒരു നിമിഷത്തിൽ തന്നെ ബോത്ത് ദേ അട്രാക്റ്റഡ് ഈച്ച് അതർ. അങ്ങനെ later she met another man, വേറൊരു മാനിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, whose name is Colonel Franklin എന്നായിരുന്നു. ബട്ട് ഹീ പ്രപ്പോസ് ടു ഹർ ബിഫോർ ഫോക്നർ ഡിഡ്. ഫോക്നർ പ്രപ്പോസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ കോർണൽ ഫ്രാങ്ക്ലിൻ പ്രപ്പോസ് ചെയ്തിരുന്നു. ആൻഡ് എസ്റ്റലെ ടുക്ക് ഇറ്റ് ലൈറ്റ് ഹാർട്ടഡ്ലി ആൻഡ് എഗ്രി ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മളുടെ എസ്റ്റലയുടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. ബിക്കോസ് ഫ്രാങ്ക്ലിൻ ഹാഡ് ജസ്റ്റ്
had been commissioned as a major in Hawaiian territorial forces and was leaving soon to report for duty. So നോർമലി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എസ്റ്റലയും എസ്റ്റലയുടെ പാരൻസും ബോത്ത് അക്സെപ്റ്റഡ് ദ ഓഫർ, ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലേറ്റർ ഫോക്നർ turned to a new mentor, Phil Stone. പിന്നീടാണ് ഫിൽ സ്റ്റോൺ എന്നുള്ള അനദർ പേഴ്സണെ മീറ്റ് ചെയ്യുന്നത്, ഹു വാസ് ഇംപ്രസ്ഡ് ബൈ ഹിസ് പോയട്രി. ഫോക്നറുടെ പോയട്രിയിലൊക്കെ വളരെയധികം ഇംപ്രസ്ഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ കൂടെയാണ്. ആൻഡ് Faulkner moved with him in New Haven, Connecticut. പിന്നീട് കണക്റ്റിക്കട്ടിലേക്ക് ഫോക്നർ മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്റ്റോണിനോടൊപ്പമാണ് താമസിച്ചിരുന്നത്. And also Faulkner, he had earlier tried to enlist the US forces, but they wouldn't admit him due to his height-ൻ്റെ കാരണം കൊണ്ട് US ഫോഴ്സസിൽ അഡ്മിറ്റ് ചെയ്തിരുന്നില്ല. So to enlist in the Royal Air Force, he lied about several matters അല്ലെങ്കിൽ several facts. റോയൽ എയർഫോഴ്സിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നുണകൾ പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഹീ ചേഞ്ചിങ് ഹിസ് ബർത്ത് പ്ലേസ് ആൻഡ് സർനെയിം, ഈവൻ ബർത്ത് പ്ലേസ് ചേഞ്ച് ചെയ്ത് പറയുന്നുണ്ട്, സർനെയിം മാറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ഫ്രം ഫാക്നർ, FALKNER to FAULKNER. സോ ഇറ്റ് അപ്പിയർ മോർ ബ്രിട്ടീഷ് അതിന് വേണ്ടിയിട്ട്. So Faulkner trained on British and Canadian bases കാരണം he enlisted in the Royal Air Force and later he trained ബ്രിട്ടീഷിലും അതുപോലെ തന്നെ കനേഡിയൻ ബേസസിൽ ഫോക്നർ ട്രെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. and he finished his time in Toronto just before the war ended. Faulkner's early writings. By 1919, he was enrolled in the University of Mississippi. He wrote for the student newspaper, The Mississippian, and he's submitting his first published poem and other short works. After 3 semesters, as an entirely inattentive student, he dropped out. അപ്പോൾ 1919 മിസിസിപ്പി യൂണിവേഴ്സിറ്റിയിൽ എൻറോൾ ചെയ്യപ്പെടുന്നത്, അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത്. Then he wrote for the student newspaper, Mississippian എന്നുള്ളൊരു സ്റ്റുഡൻറ്റ് ന്യൂസ് പേപ്പറിൽ എഴുതിയിരുന്നു. 3 സെമസ്റ്ററുകളോളം ഹീസ് എങ്ങനെയായിരുന്നു, ഒരു എൻറ്റയർലി ഇൻഅറ്റൻറ്റീവ് സ്റ്റുഡൻ്റ് ആയിട്ടായിരുന്നു വന്നിരുന്നത്. ആൻഡ് ലേറ്റർ ഹി ഡ്രോപ്ഡ് ഔട്ട്, അവിടെ ഡ്രോപ്പ് ഔട്ട് ആവുകയാണ് ചെയ്യുന്നത്. Then he spent a few months in New York City as a bookseller's assistant. അതുപോലെ തന്നെ 2 years as the postmaster for the university, and he's also worked as a scoutmaster for a local troop. Faulkner as a famed author. Faulkner became known for his faithful and accurate dictation of Southern speech. He also boldly illuminated social issues that many American writers left in the dark, including slavery, the good old days club, and Southern aristocracy. അപ്പം ഫോക്നർ ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സദേൺ സ്പീച്ചിലാണ്. വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള, ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ആ ഒരു സദേൺ സ്പീച്ചാണ്. ആൻഡ് ഓൾസോ ഹി ബോൾഡ്ലി ഡിക്റ്റേറ്റഡ് ദ പല അമേരിക്കൻ റൈറ്റേഴ്സും എടുത്തു പറയാൻ ഭയം കാണിച്ചിരുന്ന സ്ലേവറി ആണെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ സദേൺ അരിസ്റ്റോക്രസി ആണെങ്കിലും വളരെ ബോൾഡായിട്ടായിരുന്നു ഫോക്നർ സംസാരിച്ചിരുന്നത്. 1931 ഹി പബ്ലിഷ്ഡ് ഹിസ് വർക്ക് സാങ്ച്വറി എന്നുള്ളൊരു വർക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദിസ് സ്റ്റോറി ദാറ്റ് ഫോക്കസ്ഡ് ഓൺ റേപ്പ് ആൻഡ് കിഡ്നാപ്പിംഗ് ഓഫ് എ യങ് വുമൻ അറ്റ് ഓൾ മിസ്. So it shocked and appalled some readers, but it was a commercial success, but it was also a breakthrough for his career too. അപ്പം സാങ്ച്വറി എന്നുള്ളൊരു വർക്ക് അദ്ദേഹത്തിന് ഒരു കൊമേഴ്ഷ്യൽ സക്സസ് നൽകിയിരുന്നെങ്കിലും ബട്ട് ഇറ്റ് വാസ് എ ബ്രേക്ക് ത്രൂ, അദ്ദേഹത്തിൻ്റെ കരിയറിന് നൽകിയിരുന്ന ഒരു ബ്രേക്ക് ത്രൂ കൂടിയായിരുന്നു. ആൻഡ് ഇയേഴ്സ് ലേറ്റർ ലുക്ക് അറ്റ് ദാറ്റ്, 1931 സാങ്ച്വറി പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ലേറ്റർ ഇൻ 1915 ഹിസ് നെക്സ്റ്റ് വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. ദാറ്റ് ഈസ്
ഇറ്റ് വാസ് എ മിക്സ് ഓഫ് കൺവെൻഷണൽ പ്രോസ് അതുപോലെ തന്നെ പ്ലേ ഫോംസിൻ്റെയും മിക്സിംഗ് അപ്പ് ആയിരുന്നു. ആൻഡ് ദറ്റ് വാസ് ടൈറ്റിൽഡ് ആസ് റിക്വയം ഫോർ എ നൺ. One of Faulkner's greatest professional moments came when he was awarded the 1949 Nobel Prize in Literature, receiving the award the following year. And he also won the 1951 National Book Award for the collected stories of William Faulkner. A few years later, Faulkner was awarded the 1955 Pulitzer Prize in Fiction, along with another National Book Award for his novel A Fable set in France during World War I. And in January 1961, he willed all his major manuscripts and many of his personal papers to the William Faulkner Foundation at the University of Virginia. On July 6, 1962, coincidentally the same date as the old colonel's birthday, William Faulkner died of a heart attack. He received another Pulitzer posthumously in 1963 for The Reviewers. The Sound and the Fury by William Faulkner. So I'm just attempting to apply a traditional plot summary. പക്ഷേ it was very difficult എന്നുള്ളതാണ്. ബിക്കോസ് ബേസിക് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോവൽ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ആണുള്ളത്. അതായത് 4 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഈ സ്റ്റോറി പറയുന്നത്. സ്റ്റോറി ടോൾഡ് ഇൻ 4 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് പറയുന്നത് ആൻഡ് ബൈ 4 ഡിഫറെൻറ്റ് വോയിസസ്. ഈ 4 ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിലും ഡിഫറെൻറ്റ് വോയിസസ് ആണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആൻഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ക്രൊണോളജിക്കൽ ഓർഡർ. അതായത് പ്രത്യേകിച്ചൊരു ഓർഡർ ഒന്നുമില്ല. ഇപ്പം ഒരു ഏപ്രിൽ 12th ഒരു സ്റ്റോറി പറയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ചിലപ്പം മാർച്ചിലത്തെ സ്റ്റോറി ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ക്രൊണോളജിക്കൽ ഓർഡർ എന്നുള്ളത് കൂടെ ഒരു പ്രോബ്ലമായിട്ട് വരികയാണ്. സോ ദ നോവൽ ഈസ് അബൌട്ട് 3 കോംസൺ ബ്രദേഴ്സ്. ഒരു 3 കോംസൺ ബ്രദേഴ്സും അവരുടെ ഒബ്സെഷൻസാണ്, അവരുടെ സിസ്റ്ററായിട്ടുള്ള കാഡിയോടുള്ള ഒബ്സെഷനാണ് ഈ നോവൽ കംപ്ലീറ്റ് ആയിട്ടും പറഞ്ഞു പോകുന്നത്. സോ ദിസ് നോവൽ നമ്മൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിത് കേൾക്കുന്ന സമയത്ത് ഇറ്റ് റിക്വയർസ് ഇൻറ്റൻസ് കോൺസെൻട്രേഷൻ ആൻഡ് ഓൾസോ പേഷ്യൻസ് ടു ഇൻ്റർപ്രറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണെന്നുള്ളത്. ബിക്കോസ് ഇറ്റ് ഈസ് ടോൾഡ് ഇൻ 4 ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ 4 ഡിഫറെൻറ്റ് വോയിസസ്. ആൻഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ക്രൊണോളജിക്കൽ ഓർഡർ എന്നുള്ളതാണ്. പ്രത്യേക ഒരു ഓർഡറിലല്ല ഈ സ്റ്റോറി പറഞ്ഞു പോകുന്നത്. So the first 3 chapters of the novel എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റസ് ഓഫ് തോട്ട്സ്, കൺഫ്യൂസ്ഡ് തോട്ട്സ്, അതുപോലെ തന്നെ വോയിസസ് ആൻഡ് മെമ്മറീസ് ഓഫ് ദ 3 കോംസൺ ബ്രദേഴ്സ്. അപ്പോൾ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൽ പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു 4 ചാപ്റ്റേഴ്സ് ആണുള്ളത് ആൻഡ് 4 ഡിഫറെൻറ്റ് നറേറ്റേഴ്സാണ് അല്ലെങ്കിൽ 4 ഡിഫറെൻറ്റ് വോയിസസ് ആണ് നമുക്ക് ഈ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൻ്റെ വോയിസസ് അല്ലെങ്കിൽ നറേറ്റേഴ്സ് എന്ന് പറയുന്നത് കോംസൺ ബ്രദേഴ്സാണ്. അപ്പം അവർക്ക് അവരുടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ചും തോട്ട്സിനെ കുറിച്ചും ഒക്കെയാണ് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൽ പറയുന്നത്. സോ ഇറ്റ് ഈസ് ക്യാപ്ചേർഡ് ഓൺ 3 ഡിഫറെൻറ്റ് ഡേയ്സ്. 3 ഡിഫറെൻറ്റ് ഡേയ്സിൽ, അത് ഇയർ തന്നെ ഡിഫറെൻ്റ് ആവാം, നോട്ട് ഓൺലി മന്ത്സോ ഡേറ്റോ മാത്രമല്ല മാറുന്നത്, ഇയർ തന്നെ വ്യത്യാസം വരുന്നുണ്ട്. സോ ദ ബ്രദേഴ്സിൻ്റെ പേരാണ് ബെഞ്ചി. ബെഞ്ചിയുടെ ഫീച്ചർ എന്ന് പറയുന്നത് ഹൂസ് എ സിവിയർലി റിട്ടാർഡഡ് പേഴ്സൺ ആണ് ആൻഡ് ഹിസ് ഏജ് ഇസ് 33-year-old മാൻ ആണ്. ആൻഡ് അദ്ദേഹം ഷെയർ ചെയ്യുന്ന ആ ബെഞ്ചി ഷെയർ ചെയ്യുന്ന ആ പേഴ്സൺ ഷെയർ ചെയ്യുന്ന ഡേറ്റ്, മെമ്മറി ഷെയർ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഹി സ്പീക്കിംഗ് ഇൻ ഏപ്രിൽ 1928 ഏപ്രിലുള്ള ഡേനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് ക്യാരക്ടർ ഇസ് ക്വെൻറ്റിൻ, യങ് ഹാർവേഡ് സ്റ്റുഡൻ്റ് ആണ്, ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നൊരു സ്റ്റുഡൻ്റ് ആണ് ക്വെൻറ്റിൻ. ആൻഡ് ഹീ ഈസ് സ്പീക്കിംഗ് ഇൻ ജൂൺ 1910. ഒന്ന് ശ്രദ്ധിച്ചേ, 1928 ആയിരുന്നു ആദ്യത്തെ ഒരാൾ പറഞ്ഞത്, 1910 ഇപ്പം ഹാർവേഡ് സെക്കൻഡ് ചാപ്റ്ററിൽ സംസാരിക്കുന്നത്. ആൻഡ് 1928 കുറിച്ച് ഒരാൾ പറഞ്ഞു, 1910 ഏപ്രിലിനെ കുറിച്ച്
ബ്രദർ പറയുന്നുണ്ട്, അടുത്തൊരു ബ്രദർ. ആൻഡ് ജെയ്സൺ ദ തേർഡ് വൺ എ ബിറ്റർ ഫാം സപ്ലൈ സ്റ്റോർ വർക്കറാണ്. ആൻഡ് ഹീസ് സ്പീക്കിംഗ് എഗെയിൻ ഇൻ ഏപ്രിലിൽ തന്നെയാണ് 1928. എഗെയിൻ ഫസ്റ്റ് ബ്രദർ ബെഞ്ചി പറഞ്ഞിട്ടുള്ള അതേ ഡേയിനെ കുറിച്ച് തന്നെയാണ്, മീൻസ് ഡേ ആവില്ല പക്ഷേ ആ മന്തിൽ ഉള്ള ഡേനെ കുറിച്ചാണ് ദ തേർഡ് ബ്രദർ ആയിട്ടുള്ള ജെയ്സൺ സംസാരിക്കുന്നത്. ആൻഡ് ദ ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫോക്നർ തന്നെയാണ് അവിടെ നറേറ്ററായിട്ട് വരുന്നത്. ഫോക്നർ ഹിംസെൽഫ് ഹി ആക്റ്റഡ് ആസ് എ നറേറ്റർ ഇൻ ദ തേർഡ് ചാപ്റ്റർ. ഹിസ് ഓൺ നറേറ്റീവ് വോയിസ് ഇസ് എവിഡൻഷ്യൽ, നമുക്കവിടെ കാണാവുന്നതാണ്. ആൻഡ് ഹിംസെൽഫ്, അതായത് നമ്മളുടെ ഫോക്നർ ഹൂ ഇസ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ അല്ലെങ്കിൽ ഫോക്കസസ് ഓൺ ഹിസ് ഓൺ കോംസൺ ഫാമിലീസ് മെയ്ഡ്. അവിടെ ഒരു ഡിവോട്ടഡ് കുക്ക് ഉണ്ട്, അവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഹൂ ഇസ് എ നീഗ്രോ കുക്ക് ആൻഡ് ഹെർ നെയിം ഇസ് ദിൽസേ. And this cook who has a great role അല്ലെങ്കിൽ എ ഗ്രേറ്റ് പാർട്ട് ഇൻ കോംസൺ ഫാമിലി, ഒരു വലിയൊരു റോളാണ് ഈ കുക്കിനുള്ളത്. കാരണം ദിസ് കുക്ക് ഇസ് റേസിങ് ദ ചിൽഡ്രൻ, അതായത് അവിടെയുള്ള കുട്ടികളെ, അതായത് ഈ കോംസൺ ബ്രദേഴ്സിനെയും അതുപോലെ കാഡീനെയും ഒക്കെ വളർത്തുന്നത് ഈ ഒരു കുക്കായിരുന്നു. ആൻഡ് ഫോക്നർ ഫോക്കസസ് ഓൺ ആരെയായിരുന്നു, കുക്കിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. സോ ദീസ് ത്രീ ബ്രദേഴ്സ് ആർ റികളക്റ്റിംഗ് ദെയർ മെമ്മറി അബൌട്ട് ദെയർ സിസ്റ്റർ കാഡി, അതായത് അവരുടെ സിസ്റ്ററായിട്ടുള്ള കാഡീനെ കുറിച്ചുള്ള മെമ്മറീസാണ് റികളക്റ്റ് ചെയ്ത് വരുന്നത്. ആൻഡ് ഓൾസോ നമ്മളുടെ ഫോക്നർ ചെയ്യുന്നത് ബൈ എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിട്ട് ചെയ്യുന്നത് ദ ഡിറ്റീരിയോറേഷൻ ഓഫ് ദ സദേൺ അരിസ്റ്റോക്രാറ്റിക് ക്ലാസ്സസ് സിൻസ് സിവിൽ വാർ. അതായത് സിവിൽ വാർ ആ ഒരു ടൈമിൽ സദേൺ അരിസ്റ്റോക്രാറ്റിക് ക്ലാസ്സിൻ്റെ നാശത്തിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അമേരിക്കൻ ലിറ്ററേച്ചറിൽ പല ഭാഗങ്ങളും മുൻപേയുള്ള റൈറ്റേഴ്സ് പറയാതെ പോയ പല ഭാഗങ്ങളെക്കുറിച്ചും വളരെ ബ്രീവായിട്ടായിരുന്നു ഫോക്നർ എക്സ്പ്രസ് ചെയ്തിരുന്നത്. The Compsons are one of several prominent names in the town of Jefferson, Mississippi. കാരണം നേരത്തെ പറഞ്ഞല്ലോ ബോൺ എന്ന് പറയുന്നത് മിസിസിപ്പി ആണ്. അപ്പോൾ ആ ജെഫേഴ്സൺ ടൗണിൻ്റെ നെയിമാണ് ജെഫേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജെഫേഴ്സണിലെ തന്നെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു കോംസൺസ് ഫാമിലി എന്ന് പറയുന്നത്. ആൻഡ് ദെയർ ആൻസിസ്റ്റേഴ്സ്, അവരുടെ ആൻസിസ്റ്റേഴ്സാണ് ഇവിടെ സിവിൽ വാർ ടൈമിൽ ഇവിടെ വന്ന് സെറ്റിൽ ആവുന്നതും കൂടുതൽ ഏരിയാസൊക്കെ അവർ കോൺകർ ചെയ്ത് ഇവിടെ താമസമാക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. സോ സിൻസ് ദ വാർ ദ കോംസൺസ് ഹാവ് ഗ്രാജുവലി സീൻ ദെയർ വെൽത്ത്, ലാൻഡ് ആൻഡ് സ്റ്റാറ്റസ് ക്രംബിൾ അവേ. അങ്ങനെ വാറൊക്കെ കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ സിവിൽ വാർ അതിന് മുൻപേ ആണല്ലോ ഇവരിവിടെ വന്ന് സെറ്റിൽ ഡൗൺ ആവുന്നതും ഏരിയാസൊക്കെ ഇവർ ക്യാപ്ചർ ചെയ്ത് താമസിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ അതിന് ശേഷം എവിഡൻഷ്യലി ദേ സോ ദാറ്റ് അവരുടെ വെൽത്തും അതുപോലെ അവരുടെ ലാൻഡും അവരുടെ സ്റ്റാറ്റസും ഒക്കെ ക്രംബിൾ ആവുന്നത് അവർ കാണുന്നുണ്ട്. ആൻഡ് ലേറ്റർ മിസ്റ്റർ കോംസൺ, നമ്മളുടെ ഈ 3 ബ്രദേഴ്സ് പറഞ്ഞില്ലേ, അവരുടെ ഫാദറാണ് മിസ്റ്റർ കോംസൺ എന്ന് പറയുന്നത്. ആൻഡ് ഹീ ബിക്കെയിം ആൻ ആൽക്കഹോളിക്, ഒരു ആൽക്കഹോളിക് ആയിട്ട് മാറുന്നുണ്ട്. ആൻഡ് മിസ്സസ് കോംസൺ എന്ന് പറയുന്നത് ഹൂസ് ലൈക്ക് ഒരു ഹൈപ്പോകോൺട്രിയാക്ക് ആയിരുന്നു. ബിക്കോസ് ഷീ ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ സം വൺ. ആൻഡ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഈ മിസ്സസ് കോംസൺ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു, ഒരു ലേഡി ആയിരുന്നു. ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ദിൽസേനെ ആയിരുന്നു ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ദിൽസേ എന്ന് പറയുന്നത് മെയ്ഡാണ് അല്ലേ, അവരുടെ കുക്കിനെയാണ്. സോ ഷീ ഡിപ്പെൻഡ്സ് അപ്പോൺ ദിൽസയിലായിരുന്നു കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. സോ വൈ ഷീ ഡിപ്പെൻഡ്സ് ഓൺ ഹർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ടു റേസ് ഹർ 4 ചിൽഡ്രൻ, അവരുടെ ആ 4 മക്കളെ വളർത്തുവാനായിരുന്നു കുക്കായിട്ടുള്ള ദിൽസേനെ മിസ്സസ് കോംസൺ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. So I have already mentioned the 4 children's names, which are they? യെസ്, ക്വെൻറ്റിൻ, അതുപോലെ തന്നെ ജെയ്സൺ, ബെഞ്ചി, കാഡി എന്നുള്ളതാണ്. കാഡി എന്ന് പറയുന്നത് അവരുടെ സിസ്റ്ററുടെ പേരാണ്. സോ ക്വെൻറ്റിനെ നോക്കാം. ക്വെൻറ്റിൻ എന്ന് പറയുന്നത് ഹൂസ് ഓൾഡസ്റ്റ് ചൈൽഡാണ്. ഓക്കെ, ഹൂസ് ഓൾഡസ്റ്റ് ചൈൽഡ്. അതുപോലെ തന്നെ വളരെ സെൻസിറ്റീവ് ആണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കുട്ടി കൂടെയാണ്, ചൈൽഡ് കൂടെയാണ് ക്വെൻറ്റിൻ എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് കാഡി. കാഡി എന്ന് പറയുന്നത് ഹൂസ് എ വെരി ലവിങ്, അതുപോലെ തന്നെ വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള, ആൻഡ് ഓൾസോ ഷീ ഈസ്
ഒരു വളരെ സ്റ്റബേൺ ആയിട്ടുള്ളൊരു ചൈൽഡ് കൂടെയാണ് കാഡി എന്ന് പറയുന്നത്. ആൻഡ് ജേസൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻഡ് ഹിസ് ക്യാരക്ടർ ഈസ് വെരി ഡിഫിക്കൾട്ട് ടു അനലൈസ്. കാരണം അത്ര പെട്ടെന്നൊന്നും എന്താ ഒരു ഈസി ആയിട്ട് ഫെമിലിയർ ആവുന്ന അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്ന ഒരു പേഴ്സണൊന്നും ആയിരുന്നില്ല ജേസൺ എന്ന് പറയുന്നത്. നമുക്ക് വേണമെച്ചാൽ പറയാം ഒരു മീൻ സ്പിരിറ്റഡ് പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാം. കാരണം എന്തെങ്കിലും ഒരു ആവശ്യം അതിന് മാത്രം ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പേഴ്സൺ കൂടെ ആയിരുന്നു. ബട്ട് ഹീസ് എ ഫെയ്ത്ത്ഫുൾ വൺ എന്ന് നമുക്ക് പറയാം. ആൻഡ് ബെഞ്ചി എന്ന് പറയുന്നത് ഹൂസ് എ മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു ചൈൽഡാണ് ബെഞ്ചി എന്ന് പറയുന്നത്. ഹൂസ് ലൈക്ക് എൻ ഇഡിയറ്റ് ബിക്കോസ് he no understanding of the concepts of time or morality. അതായത് he don't have any concepts of ടൈമിനെ കുറിച്ച് എന്താണെന്ന് അറിയില്ല, അതുപോലെ തന്നെ മൊറാലിറ്റി ആണ് എന്താണെന്ന് അറിയില്ല, റെസ്പെക്റ്റ് എന്താണെന്ന് അറിയില്ല. ബിക്കോസ് ഹി ഈസ് മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെയാണ്. സോ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദിസ് മിസ്സസ് കോംസൻ്റെ ആബ്സെൻസ് ഉണ്ടായിട്ട് പോലും കാഡി സെർവ്സ് ആസ് എ മദർ ഫിഗർ ഫോർ ദം. അതായത് അവർക്കൊരു മദറായിട്ട് തന്നെയാണ്, ആ 4 ചിൽഡ്രൻ ഒരു മദറായിട്ട് തന്നെയാണ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. ആൻഡ് ഷീസ് ആ കുക്ക് നമ്മളുടെ ദിൽസെ എന്ന് പറയുന്നത് അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മദർ ഫിഗറായിട്ട് അവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ കാഡി എന്ന് പറയുന്നതും ഒരു ചിൽഡ്രൻ്റെ ഇടയിൽ, അതായത് അവരുടെ സിസ്റ്ററാണല്ലോ, അപ്പോൾ അവരുടെ ബ്രദേഴ്സിനെ ഒരു മദർ ഫിഗറായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ദിൽസെ നമ്മളുടെ കുക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ, അവരും ഇവരെ വളരെ നല്ല രീതിയിൽ തന്നെ റൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് so Caddy becomes a mother figure and she shows affection for Benji and Quentin. അപ്പം കൂടുതൽ അഫെക്ഷൻ ഉണ്ടായിരുന്നത് ബെഞ്ചിയോടും ക്വെൻറ്റിനോടുമായിരുന്നു കൂടുതൽ അഫെക്ഷൻ ഉണ്ടായിരുന്നത്. So as the children grow older, Caddy begins to behave അല്ലെങ്കിൽ Caddy involves in sexual activity and later she became pregnant. അങ്ങനെ ക്വെൻറ്റിൻ ആണെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. കാരണം ബെഞ്ചി ആണെങ്കിലും ക്വെൻറ്റി ആണെങ്കിലും അവരായിരുന്നു കൂടുതലായിട്ടും കാഡിനോട് വളരെയധികം അഫെക്ഷൻ ഉണ്ടായിരുന്നത്. സോ ദേ സ്റ്റാർട്ട്സ് ക്രൈയിങ്. കാരണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞതും ദേ കാൻ അക്സെപ്റ്റ് ഇറ്റ് ഈസിയർ. ആൻഡ് ക്വെൻറ്റിൻ ആണെങ്കിൽ ഹീ ഈസ് പ്രിപ്പയറിങ് ടു ഗോ ടു ഹാർവേഡിലേക്ക് പോകാനുള്ളൊരു പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു. ആൻഡ് മിസ്റ്റർ കോംസൺ ആണെങ്കിൽ അവരുടെ ഒരു ലാർജ് പോർഷൻ, ഫാമിലി ലാൻഡിൻ്റെ ഒരു ലാർജ് പോർഷൻ തന്നെ മിസ്റ്റർ കോംസൺ സെൽസ് വിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊവൈഡ് ഫണ്ട്സ് ഫോർ ദ ട്യൂഷൻ. കാരണം ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി ചെന്ന് പഠിക്കുകയാണ്. അപ്പം അവിടുത്തെ ട്യൂഷൻ ഫീ ഒക്കെ നൽകുവാനായിട്ട് അപ്പോൾ അവരുടെ ഫാമിലി ലാൻഡിൻ്റെ ഒരു ലാർജ് പോർഷൻ തന്നെ മിസ്റ്റർ കോംസന് വിൽക്കുവാനായിട്ട് വരുവാണ്. ആൻഡ് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാഡി ഷീ ലൂസസ് ഹർ വെർജിനിറ്റി ആൻഡ് ഷീ ബിക്കംസ് പ്രഗ്നൻറ്റ് എന്നുള്ളത്. ആൻഡ് ബട്ട് ഷീസ് വെരി അൺഏബിൾ ടു എക്സ്പ്രെസ് അല്ലെങ്കിൽ അൺവില്ലിങ് ടു നെയിം ദ ഫാദർ ഓഫ് ദ ചൈൽഡ് ബിക്കോസ് ഷീ ലൂസസ് ഹർ വെർജിനിറ്റി ആൻഡ് ഷീ ബിക്കെയിം പ്രഗ്നൻറ്റ് ആൻഡ് നൗ ഷീ ബിക്കെയിം എ മദർ അല്ലേ. സൂൺ ഷീ ബിക്കെയിം എ മദർ ബട്ട് ഷീ ഈസ് നോട്ട് റെഡി ടു അൺവെയിൽ ദ നെയിം ഓഫ് ദ ചൈൽഡ്സ് ഫാദർ. ആൻഡ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഹൂസ് ദാറ്റ് ഫാദർ അല്ലെങ്കിൽ ഹൂസ് ദാറ്റ് പേഴ്സൺ എന്നുള്ളതൊരു ചെറിയ ഐഡിയ ഉണ്ടായിരുന്നു. ആൻഡ് ഹിസ് നെയിം വാസ് ലൈക്ലി ഡാൾട്ടൺ എയിംസ് ആണെന്നായിരുന്നു അവരുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. ആൻഡ് ഹൂസ് എ ബോയ് ഫ്രം ടൗണിൽ നിന്നുള്ളൊരു ബോയ് ആണെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. സോ കാഡീസ് പ്രഗ്നൻസി ഇറ്റ് ലീവ്സ് ക്വെൻറ്റിൻ ഇമോഷണലി ഷാറ്റേർഡ്. കാരണം ക്വെൻറ്റിനെയാണിത് കൂടുതലായിട്ടും ബാധിച്ചത്. സോ ഹി ക്ലെയിംസ് എ ഫാൾസ് സ്റ്റോറി, ഒരു നുണക്കഥ പറയുകയാണ്. ആൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ പ്രഗ്നൻസി വാസ് ലൈങ് ടു ഹിസ് ഫാദർ എന്ന് പറയുകയാണ്. ഓക്കെ, സോ ഹിയർ ദ കോൺസെപ്റ്റ് ഓഫ് ഇൻസെസ്റ്റ് കെയിം, sexual relationship between a father and his daughter. അപ്പം ഈ ഒരു ഫാൾസ് സ്റ്റോറിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ഫാൾസ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റുമായിട്ട് ക്വെൻറ്റിൻ അവിടെ വരുവാണ്. ആൻഡ്
മിസ്റ്റർ കോംസൺ ഡിഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹി ഈസ് ഇൻഡിഫറെൻറ്റ് ടു കാഡീസ് പ്രോമിസ്ക്യൂറ്റി അല്ലെങ്കിൽ കാഡീസ് സെക്ഷൽ ആക്ടിവിറ്റി. അതായത് മിസ്റ്റർ കോംസൺ ഇതൊന്നും തന്നെ അറിവത് പോലും ഉണ്ടായിരുന്നില്ല. ഹീ ഈസ് അൺഅവെയർ ഓഫ് ദാറ്റ്. അപ്പം ക്വെൻറ്റിനും ബെഞ്ചി ആയിരുന്നു ഈ സ്റ്റോറി അറിഞ്ഞതും ഇത്തരത്തിൽ ഷീ ലൂസസ് ഹർ വെർജിനിറ്റി ആൻഡ് ഷീ ബിക്കെയിം പ്രഗ്നൻറ്റ് എന്നുള്ളതൊക്കെ ഇവരായിരുന്നു അറിഞ്ഞിരുന്നത്. ആൻഡ് സൂൺ മിസ്റ്റർ കോംസൺ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീ ഡിസ്മിസ്സസ് ക്വെൻറ്റിൻസ് സ്റ്റോറി. ക്വെൻറ്റിൻ്റെ സ്റ്റോറി, അതായത് ക്വെൻറ്റിൻ പറഞ്ഞ നുണക്കഥ അല്ല എന്ന് പറയുകയും അതേപോലെ തന്നെ ഹീ told his son to leave early for the north east. അതായത് ഹാർവേഡിലേക്ക് പോകാനായിട്ട്, യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ആൻഡ് Caddy quickly marries Herbert Head, a banker she met in Indiana. ഇന്ത്യാനയിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാങ്കറാണ്, ബാങ്ക് ജോബ് വർക്കറാണ്. അപ്പം ഹെർബർട്ട് ഹെഡിനെ മാരി ചെയ്യുന്നുണ്ട്. ആൻഡ് ഹെർബർട്ട് ഓൾസോ പ്രോമിസസ് ജെയ്സൺ കോംസൺ ഉണ്ടല്ലോ, അനദർ ബ്രദർ ആണല്ലേ. അപ്പോൾ ജെയ്സൺ കോംസണ് ഒരു ജോബൊക്കെ അവരുടെ ബാങ്കിൽ ഓഫർ ചെയ്യുന്നുണ്ട്. ബട്ട് വാട്ട് ഹാപ്പൻസ് ലേറ്റർ, കാരണം ഷീ ഓൾറെഡി പ്രഗ്നൻ്റ് ആണ്. സോ ഹെർബർട്ട് ഇമ്മീഡിയറ്റ്ലി ഡിവോഴ്സസ് ഹർ. കാഡീനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിവോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് he later came to know about, ആരെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്, ഹിസ് വൈഫ് ഈസ് പ്രഗ്നൻറ്റ് വിത്ത് അനദർ മാൻസ് ചൈൽഡ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഹി റിസൈൻസ് ദ ജെയ്സൺസ് ജോബ് ഓഫർ. കാരണം ജെയ്സൺ കോംസണ് ജോബ് കൊടുക്കാമെന്നും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊന്നും നൽകുന്നില്ല എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്. സോ ക്വെൻറ്റിൻ ഹി ബിക്കെയിം ഡെസ്പയർ ഇൻ കാഡീസ് സിൻ. കാഡിയുടെ ഈ ഒരു പ്രൊമിസ്ക്യൂറ്റി അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൽ ആക്ടിവിറ്റി നമ്മളുടെ ക്വെൻറ്റിനെയാണ് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തിരുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഹി കമ്മിറ്റ്സ് suicide by drowning himself in the Charles River just before the end of his first year at Harvard. അപ്പോൾ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ചാൾസ് റിവറിൽ മുങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്, സുസൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വാട്ട് അബൌട്ട് ക്വെൻറ്റിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്. സോ ഞാനിവിടെ ഒരു ഷോർട്ട് സമ്മറി മാത്രമാണ് പറഞ്ഞു തരുന്നത്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട്. കാരണം ഒരു ക്യാരക്ടേഴ്സ്, ഒരു ഐഡിയ, പ്ലോട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 chapters ആണ്, അതും 4 ഇയേഴ്സിലൂടെയാണ് അല്ലെങ്കിൽ 4 ഡിഫറെൻറ്റ് ടൈം പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ചെറിയൊരു പ്ലോട്ട് മാത്രമാണ് ഞാനിപ്പം പറഞ്ഞു തരുന്നത്. നമുക്ക് ലേറ്റർ പിന്നീട് ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ സെക്ഷനായിട്ട്, ഓരോ ചാപ്റ്റേഴ്സായിട്ട് തന്നെ നമുക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഈ കോംസൺസ് അവസാനം കാഡീനെ ഡിസോൺ ചെയ്യുകയാണ്. ഇതെൻ്റെ മോളൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് കാഡീനെ ഡിസോൺ ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അവരുടെ ഫാമിലിയിൽ നിന്ന്, ഫ്രം ദ ഫാമിലി ഓഫ് കോംസൺസ് ഫാമിലിയിൽ നിന്ന് തന്നെ അവളെ ഡിസോൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ബട്ട് മിസ് ക്വെൻറ്റിൻ, അതായത് ദാറ്റ് ഈസ് മിസ് ക്വെൻറ്റിൻ എന്ന് പറയുന്നതും കാഡിയുടെ കാഡിയുടെ ഡോട്ടറാണ്. അപ്പം ഈ ന്യൂ ബോൺ ഡോട്ടറെ വളർത്തുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റിയും നമ്മളുടെ കുക്കായിട്ടുള്ള ദിൽസയാണ് മിസ് ക്വെൻറ്റിനെയും വളർത്തുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നത്. ആൻഡ് വിതിൻ എൻ ഇയർ മിസ്റ്റർ കോംസൺ ഇസ് ഓൾസോ ഡൈഡ് ബിക്കോസ് ഓഫ് ആൽക്കഹോളിസം കാരണം ക്വെൻറ്റിൻ്റെ സൂസൈഡ് ഉണ്ടായി. അതിനുശേഷം ഇയർ ആഫ്റ്റർ ഹി ഓൾസോ ഡൈഡ്. And later Jason who became ആ ഒരു വീടിൻ്റെ തന്നെ ഹെഡായിട്ടാണ് മാറുന്നത്. സോ ജെയ്സൺ ബിക്കംസ് ദ ഹെഡ് ഓഫ് ദ കോംസൺ ഹൗസ് ഹോൾഡ് എന്നുള്ളതാണ് പറയുന്നത്. സോ ക്വെൻറ്റിൻ ഇപ്പോഴില്ല, അതിന് പകരം ജെയ്സൺ ഉണ്ട്, ബെഞ്ചി ഉണ്ട്, ദെൻ എന്താ കാഡി ആണുള്ളത് അല്ലേ. കാഡി ആണെങ്കിൽ ഇപ്പം വേറെയാണ് താമസിക്കുന്നത്. അപ്പം നോർമലി ജെയ്സൺ ആണ് ഇപ്പം ഹെഡായിട്ട് മാറുന്നത്. നമുക്കറിയാമല്ലോ ബെഞ്ചി എന്ന് പറയുന്നത് ഹൂസ് എ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളൊരു ഗൈ ആണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്.
സോ അങ്ങനെ ആണ് ചെയ്യുന്നത്. സോ ഓൺ ആൻ ഈസ്റ്റർ സൺഡേ ഓൺ 1928 മിസ് ക്വെൻറ്റിൻ സ്റ്റീൽസ് several $1,000 ഫ്രം ജേസൺ ആൻഡ് റൺസ് അവേ വിത്ത് എ മാൻ ഫ്രം എ ട്രാവലിംഗ് ഷോ. അങ്ങനെ ജേസണിൽ നിന്നും വലിയൊരു എമൗണ്ട് മോഷ്ടിച്ചിട്ടാണ് കടന്നു കളയുന്നത്, വേറെ പേഴ്സണുമായിട്ട് കടന്നു കളയുന്നത്. അങ്ങനെ ജേസൺ മിസ് ക്വെൻറ്റിനെ ചേസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ബട്ട് നോ അവൈൽ, അല്ലെങ്കിൽ നോ യൂസ് എന്ന് നമുക്ക് പറയാം. അവിടെ ഉള്ളത് ആരാ പിന്നീട്? ദിൽസയാണ് പിന്നീടുള്ളത് അല്ലേ. ദിൽസെ നമ്മളുടെ ബെഞ്ചിനെ കൂട്ടിയിട്ട് ഈസ്റ്റർ ഡേ ആണല്ലേ, അപ്പം ലോക്കൽ ചർച്ചിലേക്ക് പോകുന്നുണ്ട്.